അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. നബിയെ ലോകത്ത് മുഴുവനും അനുഗ്രഹീതനായിട്ടാണ് അങ്ങയെ നാം അയച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹീതനായിട്ടാണ് നബിയെ നാം അങ്ങയെ അയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് ഖുർആൻ പറയാൻ. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ട് സർവ്വലോകത്തിനും അനുഗ്രഹീതനാകുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഹൈന്ദവന് അനുഗ്രഹമാകണം, ക്രിസ്ത്യാനിക്ക് അനുഗ്രഹമാകണം, ജൂതന് അനുഗ്രഹമാകണം, അതുപോലെ തന്നെ മതമുള്ളവനും ഇല്ലാത്തവനും അള്ളാഹുവിന്റെ റസൂൽ അനുഗ്രഹീതനാകണം. അതെങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ ഖുർആനിന്റെ ഭാഷ തെറ്റാണ് എന്ന് നമുക്ക് തോന്നാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സർവ്വലോകത്തിനും അനുഗ്രഹീതനാണെന്ന് പറഞ്ഞാൽ ആ പ്രവാചകനെ പറ്റിയിട്ട് മോശമാകിട്ട് വരച്ചു കാട്ടുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, എല്ലാ ലോകത്തിനും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സർവ്വലോകത്തിനും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹീതനാകുന്നത് വിശ്വാസികൾക്കാണ്. എങ്ങനെയാ വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹീതനാവുക? എല്ലാ വിശ്വാസികൾക്കും എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹം ചൊരിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഒരൊറ്റ കാര്യത്തിലൂടെയാണ്, ബിൽ ഹിദായത്തി. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഹിദായത്ത് വാങ്ങി തന്നു എന്നുള്ളതാണ്. അതാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത അനുഗ്രഹം എന്ന് പറയുന്നത്. സർവ്വലോകത്തിനും അനുഗ്രഹീതനാണെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, അവിശ്വാസികൾ, ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു വിശ്വാസികളുണ്ട്, അത് കപട വിശ്വാസികളാണ്. മൂന്ന് വിഭാഗമേ അല്ലാഹുവിന്റെ ലോകത്തുള്ളൂ. ഇത് നമ്മളാണ് പല തട്ടുകളാക്കി ജനങ്ങളെ മാറ്റിയിരിക്കുന്നത്. പല തട്ടുകളിലായി നമ്മൾ ജനങ്ങളെ മാറ്റിയിരിക്കുന്നു. എന്നാൽ ആകെ മൂന്ന് വിഭാഗത്തെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് പരിചയപ്പെടുത്തുന്നത്. ഒന്നുകിൽ അവന് മുസ്ലിമാൻ, അതല്ലെങ്കിൽ അവന് കാഫിറാൻ, അതല്ലെങ്കിൽ അത് രണ്ടിന്റെയും ഇടയിൽ അവിടെയും ഇവിടെയും ചവിട്ടുന്ന മുനാഫിക്കാൻ. ഈ മൂന്നാമതല്ലാതെ നാലാമതൊരു വകുപ്പിനെ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഇതിൽ പിന്നെ രണ്ടായി തിരിയും. ഒന്ന് ഫരീഖും ഫിൽ ജന്ന, ഒന്ന് സ്വർഗത്തിന്റെ വഴി, മറ്റൊന്ന് ഫരീഖും ഫിന്നാർ, നരകത്തിന്റെ വഴി. അതാ രണ്ട് കൂട്ടരെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ രണ്ട് കൂട്ടരിൽ രണ്ടാമത്തെ കൂട്ടർ വീരും രണ്ടായിട്ട് തിരിയും. ഒന്ന് മുനാഫിക്ക്, മറ്റൊന്ന് കാഫിർ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വിശ്വാസികൾക്ക് അനുഗ്രഹീതനാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂല് ലോകത്തുള്ള വിശ്വാസികൾക്ക് 1,150 കോടി 150 കോടി വരുന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എങ്ങനെയാണ് അനുഗ്രഹീതനാകുന്നത്? എന്റെ സഹോദരങ്ങളെ, ബിൽ ഹിദായ. അള്ളാഹുവിന്റെ റസൂല് ഹിദായത്ത് കൊണ്ടാണ് അനുഗ്രഹം കാണിച്ചത്. അനുഗ്രഹം ചൊരിഞ്ഞത് ഹിദായത്ത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ് ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ ഏതൊരു കുഞ്ഞിനും അറിയുന്ന ചരിത്രമാണ്, കഥയാണ്. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു വളരെ ലാളിച്ചു വളർത്തിയ, സംരക്ഷണം ഏറ്റെടുത്ത അബൂ താലിബ് ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുക്കൽ വന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങൾ വിശ്വസിക്കൂ, പരസ്യമാകട്ടെ പ്രഖ്യാപിക്കണ്ട, ഒരു പരസ്യ പ്രഖ്യാപനമങ്ങ് നടത്തണ്ട. പിന്നെയോ അതീവ രഹസ്യമായി നിങ്ങളുടെ ചെഞ്ചുണ്ടുകൾ എന്റെ ശ്രവണപുടത്തോടടുപ്പിച്ചിട്ട് കലിമയൊന്ന് പറയൂ മൂത്താപ്പ എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയോട് വളരെ രഹസ്യമാകിട്ട് പറയുമ്പോ ആ മൂത്താപ്പ വിശ്വസിച്ചില്ല. ആ മൂത്താപ്പ പറഞ്ഞത്, നീ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഹിദായത്ത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ച, സാന്ത്വനപ്പെടുത്തിയ, എല്ലാ അർത്ഥത്തിലും സഹായം കൊടുത്ത അബൂ താലിബിന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് അബൂ താലിബിന്റെ അടുക്കൽ ചെന്നിരുന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, അതീവ രഹസ്യമാകട്ടെങ്കിലും നിങ്ങൾ കലിമ പറയണമെന്ന് പറയുമ്പോൾ ആ മൂത്താപ്പ ഒരിക്കലും അത് പറയാൻ തയ്യാറാകില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഹബീബായ നബിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമത്തിന്റെ, വല്ലാത്ത ആശങ്കയുടെ കരിനിഴൽ പ്രകടമാകുമ്പോ അല്ലാഹു അറിയിക്കുകയാണ്, നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങ് ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങക്ക് കഴിയില്ല നബിയേ. അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങക്ക് ഒരിക്കലും സാധ്യമല്ല നബിയേ. അല്ലാഹുവിന്റെ ഹിദായത്ത് കൊടുക്കാൻ തീരുമാനം
തീരുമാനിച്ചോ അവർക്ക് മാത്രമേ അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കൂ. അത് അങ്ങയുടെ സുന്ദരമായ പൊൻചമ്പകപ്പൂ ചുണ്ടിലൂടെയാ, അങ്ങയുടെ റിസാലത്തിന്റെ നാവിലൂടെയാണ് ഹിദായത്ത് കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഹിദായത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ലോകത്തുള്ള വിശ്വാസികൾക്ക് എങ്ങനെയാ കരുണാമയനാകുന്നത്? ലോകത്തുള്ള വിശ്വാസികൾക്ക്, എന്റെ പ്രിയമുള്ളവരെ, 150 കോടി വരുന്ന വിശ്വാസികൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹീതനാകുന്നത്? അത് ബിൽ ഹിദായത്തി, അല്ലാഹു ഹിദായത്ത് കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അമൂല്യമാണ്. നമ്മളത് നിസ്സാരന്മാരൊന്നുമല്ല. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് കൊടുത്തില്ല, നൂഹ് നബിയുടെ മകന് കൊടുത്തില്ല, പ്രിയപ്പെട്ട പ്രവാചകന്റെ മൂത്താപ്പാക്ക് കൊടുത്തില്ല. ഈ വളരെ അനുഗ്രഹീതമായ ഈ ഹിദായത്താണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നത്. എന്ത് പവറുണ്ട് അത് വാങ്ങാൻ, എന്തു പവറാ നമുക്കുള്ളത് വാങ്ങാൻ. അത് സ്വീകരിക്കാനും വാങ്ങാനും യാതൊരു അർഹതയും നമുക്കില്ല. പക്ഷേ അല്ലാഹു തആല നമുക്കത് നൽകി. അത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നഷ്ടപ്പെടാതെ നമ്മൾ കാക്കണം. നമ്മൾ നിസ്സാരന്മാരൊന്നും അല്ല എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല നമുക്ക് നമ്മളോടൊപ്പം താമസിക്കുന്നവർ, അയൽവാസികൾ, നമ്മളോടൊപ്പം സദസ്സിൽ, നമ്മളോടൊപ്പം ഓഫീസുകളിൽ ബന്ധപ്പെടുന്നവര്, ഇവരെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അവിശ്വാസികളായിരിക്കാം. അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ ചിലപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഹിദായത്ത് കൊടുക്കുന്നത്. ഇല്ലേ? ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും മിനാര അടിച്ചു നിരത്തണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പുറത്തു പോയ, അതല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച ആള് ഇന്ന് അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായപ്പോൾ ആലോചിക്കണം. അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ ഒരു സെക്കൻഡ് മതി ഹിദായത്ത് കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഹിദായത്ത് തരണമെന്നില്ല. അല്ലാഹു ഹിദായത്ത് തരണമെന്നില്ല. തന്ന ഹിദായത്ത് അല്ലാഹു തആല നിമിഷം കൊണ്ട് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല മരിക്കുന്നത് വരെയും മരിക്കുന്ന സമയത്ത് ഈ നമുക്ക് അല്ലാഹു നൽകിയ ആ പവറും ഹിദായത്തും മരണസമയം വരെയും അല്ലാഹു നിലനിർത്തി. അതേ അവസ്ഥയിൽ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷമീർ ഒരു ആയത്തെ കുറിച്ച് ചോദിക്കുക. പതുക്കെ ആയത്തെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വിശ്വാസികൾക്ക് ഹിദായത്ത് കൊണ്ടാണ് കരുണാമയനായി മാറുന്നതെങ്കിൽ രണ്ടാമത്തെ വിഭാഗമാണ് കാഫിരീങ്ങൾ. ആ കാഫിരീങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എങ്ങനെയാണ് കരുണ കാണിക്കുന്നതെന്നറിയോ? എങ്ങനെയാണ് കാഫിരീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കരുണാമയനാകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹീതനാകിട്ടല്ലാതെ നബിയെ അങ്ങനെ അയച്ചിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അറിയിക്കുമ്പോ എങ്ങനെയാണ് കാഫിരീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കരുണാമയനാകുന്നത്? ബിതഖീരിൽ അദാബ്, ശിക്ഷ അല്ലാഹു തആല പിന്തിച്ചു വെച്ചിരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ തലപ്പാവില് ബോംബ് വെക്കുന്നവനെയും അല്ലാഹു തആല ഇവിടെ കഷ്ടപ്പെടുത്തൂല. അവനേക്ക് അല്ലാഹു വിജയിപ്പിക്കുകയുള്ളൂ. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിനെ കടിച്ചു കീറി തിന്നുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ പിഞ്ചോമനകൾ വെള്ളം കുടിക്കാൻ വാ പിളർക്കുമ്പോൾ ആ വായിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് തീപ്പട്ടി ഉരച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ആർത്തട്ടഹസിച്ച നരേന്ദ്രമോദി എന്ന ഏറ്റവും വലിയ ധിക്കാരി പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സുഖലോലും ഇന്ന് വലിയ ആഡംബരത്തിൽ കഴിയുകയാണ് എന്റെ സഹോദരങ്ങളെ. പക്ഷേ ഇവിടെ അല്ലാഹു ഒന്നും ചെയ്യൂല. എല്ലാം അല്ലാഹു തആല പിന്നിലാക്കി വെച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ, ഇന്നും എന്റെ പ്രിയമുള്ളവരെ, ഇന്നലത്തെ പത്രത്തിൽ 3.5 വയസ്സുകാരനായ പാവപ്പെട്ട പിഞ്ചോമന കുഞ്ഞിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ഉമ്മയാ സഹിക്കുക? ഇന്ന് നമ്മൾ സുന്ദരമായി കിടന്നുറങ്ങുന്നു, ഇന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, സന്തോഷത്തോടെ നമ്മൾ ഇവിടെ 100 കണക്കിന് സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഈ സന്ദർഭത്തിൽ രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്ത പാവപ്പെട്ട സമുദായത്തിന്റെ പൊന്നാര മക്കള് ഒരുപക്ഷെ കിടന്നുറങ്ങിയ നേരം വെളുക്കുമ്പോൾ തങ്ങൾക്ക് ജീവൻ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ പാവപ്പെട്ട മക്കൾ കിടന്നുറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ബോംബർ വിമാനത്തിന്റെ മുന്നിൽ എന്റെ സഹോദരങ്ങളെ കല്ലും കവണയുമാകിട്ട് പാവപ്പെട്ട മക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആലോചിക്കണം, ജീവന് വേണ്ടി കിട്ടാ, നമ്മൾ സുഖത്തിന് വേണ്ടി കിട്ടാ കഷ്ടപ്പെടുന്നത്. ആ ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കൾ ജീവന് വേണ്ടി കിട്ടാ
ജീവന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ലോകത്തുള്ള അവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കരുണ കാണിക്കുന്നത് ശിക്ഷകൾ പിന്തിച്ചുകൊണ്ടാണ്. അള്ളാഹു താല ഇവിടെ ആരെയും ശിക്ഷിക്കൂല. അള്ളാഹു താല എല്ലാം അവിടത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. 1.5 കാലുള്ള അബ്ദുൽ നാസർ മഅ്ദരിയെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒരു പണ്ഡിതനാണ് എന്റെ പ്രിയമുള്ളവരെ. ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ആലോചിക്കണം, അല്ലാഹു തആല അതിനെല്ലാം ശിക്ഷ പിന്നിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴൊന്നും കൊടുക്കൂല. ആർക്ക് ഇപ്പോൾ അല്ലാഹു തആല കൊടുക്കൂല? അത് അല്ലാഹുവിന്റെ റസൂൽ കാരണമാണ്. ബിതഖീരിൽ അദാബി, ശിക്ഷ പിന്നിലോട്ട് അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കാൻ നബിതങ്ങൾ കാരണത്താൽ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഖുർആനിൽ പറഞ്ഞല്ലോ, നബിയെ ഒരാളെ പോലും ഞാൻ ശിക്ഷിക്കൂല, നിങ്ങൾ ആ സമുദായത്തിൽ ഉണ്ടായിരിക്കുക, നിങ്ങൾ ആ സമൂഹത്തിൽ നിലനിൽക്കവേ ആരെയും ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിശ്വാസികൾക്ക് ശിക്ഷ അല്ലാഹു പിന്തിച്ചു കൊടുക്കൽ കൊണ്ടാണ് അനുഗ്രഹീതനാകുന്നതെങ്കിൽ ഞാൻ വിശാലമായതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. കാരുണ്യത്തിന്റെ തിരുദൂതർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം. അത് ആദ്യമേ ഞാൻ അങ്ങ് തീർക്കുക. അങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കാം. നിങ്ങൾ നോക്കണം, അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കി. ഇന്ന് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതം എന്ന് പറയുന്ന ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങളും മനസ്സിലാക്കണം, ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഞങ്ങൾ അള്ളാഹയെ പറ്റിയിട്ട് അള്ളാഹിന്റെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് മുസ്ലിങ്ങളുടെ അള്ളാഹ് എന്നല്ല, മുഅ്മിനീങ്ങളുടെ അല്ലാഹ് എന്ന് പറഞ്ഞില്ല, നിസ്കരിക്കുന്നവന്റെ അല്ലാഹ് എന്ന് പറഞ്ഞില്ല, നോമ്പ് പിടിക്കുന്നവന്റെ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അല്ലാഹു അവനെ പറ്റി പരിചയപ്പെടുത്താൻ ഖുർആനിൽ അല്ലാഹു അവനെ പറ്റി പരിചയപ്പെടുത്താൻ തിരഞ്ഞെടുത്തത് അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബെന്നാ പറഞ്ഞത്, മുസ്ലിങ്ങളുടെ റബ്ബെന്നല്ല പറഞ്ഞത്. ജനങ്ങളുടെ റബ്ബെന്നാ അല്ലാഹനെ പറ്റി അല്ലാഹു പറഞ്ഞത്. ഞങ്ങളുടെ പ്രവാചകനെ പറ്റി പറഞ്ഞതോ മുസ്ലിമീങ്ങളുടെ പ്രവാചകൻ എന്നല്ല, കാഫത്തൽ ലിന്നാസി, ജനങ്ങളുടെ പ്രവാചകൻ എന്നാ പറഞ്ഞത്. ജനങ്ങൾക്ക് മുഴുവനും പ്രവാചകൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ഞങ്ങളുടെ പരിശുദ്ധമായ കഅബ, ഞങ്ങൾ 5 നേരം തിരിഞ്ഞ് നമസ്കരിക്കുന്ന കഅബാലയത്തെ പറ്റിയിട്ട് അല്ലാഹു തആല പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ കഅബ എന്നല്ല, പിന്നെയോ ഉളിഅ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതെന്നാണ്. അവിടെയും എന്റെ പ്രിയപ്പെട്ടവരെ മതത്തിന്റെ അതിർവരമ്പുകൾ അല്ലാഹു തആല വരച്ചില്ല. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും പരിശുദ്ധമായ ഖുർആനാകുന്ന നമ്മുടെ നേതാവ്, നമ്മുടെ ഇമാമ്, നമ്മുടെ മാർഗദർശി പരിശുദ്ധ ഖുർആന. ആ ഖുർആനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെ പറഞ്ഞത് ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗം എന്നാണ്. അതല്ലാതെ മുസ്ലിങ്ങൾക്ക് സന്മാർഗം എന്നല്ല. മുസ്ലിങ്ങൾക്ക് സന്മാർഗം എന്ന് പറഞ്ഞില്ല, ജനങ്ങളെ എന്നാ വിളിച്ചത്. അല്ലാഹുവിന്റെ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വളരെ കുറച്ച് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മാനവ സമൂഹമേ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ജനങ്ങളെ എന്ന് വിളിച്ചാണ് കൂടുതൽ. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് വിശ്വാസികളെ എന്ന് വളരെ കുറച്ചേ വിളിച്ചിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ വിളിച്ചത് മാനവ സമൂഹമേ എന്നാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാണ് വിളിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ കരുണയാകുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൊട്ടുതൊട്ട് അമ്മയുടെ മകനെ കേട്ടോളട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കുരിശുമാലയണിഞ്ഞ അമ്മയുടെ മകന് കേൾക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കും കരുണാമയനാ, നിങ്ങൾക്കും കാരുണ്യവാനാ. എങ്ങനെയാണെന്നറിയോ? അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ യാതൊരു ശിക്ഷയും തരുന്നില്ല, ഒരു നാളെ തരുന്നത് ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുവിന്റെ പരലോകത്തിലാണ്. ആ പരലോകത്തേക്ക് വേണ്ടി അല്ലാഹു മാറ്റി വെച്ചിരിക്കുന്നെങ്കിൽ വിശ്വാസികൾക്ക് ഹിദായത്ത് കൊണ്ട്, അവിശ്വാസികൾക്ക് ശിക്ഷ പിന്തിക്കൽ കൊണ്ട്, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള കപട വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് കരുണയാകുന്നത്? മുത്തലി മുഹമ്മദ് മുസ്തഫ എങ്ങനെയാണ് കരുണാമയനാകുന്നതെന്നറിയോ? ആ കൊലപാതകത്തിൽ നിന്ന് നിർഭയത്വം നൽകിക്കൊണ്ട്, കൊലയിൽ നിന്ന് നിർഭയത്വം നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുനാഫിക്കീങ്ങളെ കണ്ടാ കൊന്നുകളയണമെന്ന് തീരുമാനം ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ മുനാഫിക്കീങ്ങൾ പറയും അസ്സലാമു അലൈക്കും. കാരണം അപ്പോഴേ ചിന്തിക്കുക, അവൻ നമ്മുടെ പാർട്ടിക്കാരനാ, അവൻ നമ്മുടെ ആളാ. എന്നിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് പറയും, അവരുടെ കോട്ടകൊത്തളങ്ങളിൽ പോയിട്ട് പറയും, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ അവരെ കളിയാക്കിയവരാ, ഞങ്ങൾ അവരെ കളിയാക്കിയതാ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണെന്ന് പറയുന്നു. ഇവരെ അല്ലാഹു നാളെ സ്വർഗത്തിൽ കളിയാക്കുന്നതാണ്. എങ്ങനെയാ? സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് ക്ഷണിക്കും, സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുത്ത് ക്ഷണിക്കും. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു വാതിൽ അടച്ചു കളയും. വീണ്ടും അവർ പോകും, നാണിച്ച് ലജ്ജിച്ചു പോകും. അവർ വീണ്ടും സ്വർഗത്തിലേക്ക് അല്ലാഹു മാടി വിളിക്കുമ്പോൾ സ്വർഗത്തിന്റെ മുന്നിലെത്തും. അവർ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ വാതിൽ അല്ലാഹു അടച്ചു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മുനാഫിഖ്.
മുനാഫിക്കീങ്ങൾ, കപട വിശ്വാസികൾ. അവർക്കുള്ള വിശേഷണങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആ വിശേഷണങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരിലും ആ വിശേഷണങ്ങൾ ഉണ്ട്. നമ്മൾ ആലോചിക്കണം ഇൻഷാ അല്ലാഹ്. അതിപ്പോ ഒറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇടയിലുള്ള അവിടെയും ഇവിടെയും കൂടിയിട്ട് ഈ അവിടെയും കൂടി ഇവിടെയും കൂടി രണ്ടും കെട്ട ഒരു സ്വഭാവം കാണിക്കുന്ന, ആണും പെണ്ണും കെട്ട ഒരു സ്വഭാവം കാണിക്കുന്ന മുനാഫിക്കീങ്ങൾ, ആ മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കരുണാമയന. എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ആരെയും കൊല്ലാറില്ല. കാരണം എന്താ? ഒരു ദിവസം റസൂലുള്ളാഹിയും സഹാബാക്കളും നടന്നു വരുമ്പോൾ ഉമറുണ്ട്, അലിയുണ്ട്, എല്ലാവരും ഉണ്ട്. നടന്നു വരുമ്പോൾ ഒരു മുനാഫിക് വന്നിട്ട് ഓടി വന്നിട്ട് നബിയോട് പറഞ്ഞു അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കി. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇവൻ കള്ള മുനാഫിക്കാ, ഇവൻ നിങ്ങളുടെ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചുകൊണ്ട് വന്ന് സലാം പറഞ്ഞതാ, ഇവനെ പിടിക്കട്ടെ നബിയേ. ചാടി വീണ് ഉമറുൽ ഫാറൂഖ് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ കയറി ചോദിക്കാൻ, അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആ അന്തർഭാഗത്തുള്ള വിശ്വാസത്തെ കാണാൻ നിനക്ക് കഴിയോ? ഇല്ലല്ലോ. പിന്നെ നിനക്ക് എങ്ങനെ അറിയും അയാൾ അവിശ്വാസിയാണ്, മുനാഫിക്കാണ്? നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തൊടാൻ പാടില്ല, അവന് സലാം പറഞ്ഞ സ്ഥിതിക്ക് തൊടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കരുണയാകുന്നത് ശിക്ഷ പിന്തിച്ചുകൊണ്ടാണെങ്കിൽ, വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കരുണാമയനാകുന്നത് ഹിദായത്ത് കൊണ്ടാണെങ്കിൽ, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള കപട വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കരുണാമയനാകുന്നത് അവരുടെ ശിക്ഷയെ അല്ലെങ്കിൽ അവരുടെ ആ സന്ദർഭത്തിലുള്ള കൊലയെ മാറ്റി നിർഭയത്വം നൽകിക്കൊണ്ടാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ മുന്നിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഡെൻമാർക്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കാർട്ടൂൺ വരച്ചപ്പോൾ അവൻ പുഴുത്തിയാവും ഇൻഷാ അല്ലാഹ്, യാതൊരു സംശയമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി സമുദായത്തിനകത്തുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ ആരെന്ത് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നറിയോ ഇങ്ങനെ പറയുന്നത്? എന്തിനാ? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആലോചിക്കണം. അല്ലാഹു എന്ന് ചെരുപ്പിനടിയിൽ പേരെഴുതിയിട്ട്, അല്ലാഹ് എന്ന് പേരെഴുതിയിട്ട് പടച്ച തമ്പുരാനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചവിട്ടിച്ചേക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ നാമം എഴുതി. പിന്നീട് കമ്പനി മാപ്പ് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ കുറച്ചൊക്കെ പ്രതിഷേധിച്ചെങ്കിലും അവിടെ രോമമൊക്കെ അങ്ങ് ഒടിഞ്ഞു വീണു, വാഴക്കൈ വീഴുന്നത് പോലെ രോമാഞ്ചൊക്കെ അങ്ങ് പോയി. അങ്ങനെ അവർ വീടുകളിലേക്ക് കയറിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, 9/11 ശേഷം, അതായത് 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതിക്ക് ശേഷം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാസത്തിൽ പ്രതിമാസം ആയിരക്കണക്കിന് ആളുകൾ, പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ നിന്ന്, ബറാക് ഒബാമയുടെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാ. പ്രതിമാസം ആയിരങ്ങള്, പ്രതിവർഷം ലക്ഷങ്ങള് അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നാലും ഇതിനെ ഒന്ന് തടയിടണം. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനുള്ള മനസ്സില്ലാത്ത, തന്റെ ഇടമില്ലാത്ത ആണും പെണ്ണും കെട്ട എംബോക്കികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ